റവന്യൂ നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാരന് ഉപകാരപ്പെടും വിധം ജീവനക്കാർ കൈകാര്യം ചെയ്യണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കാസർഗോഡ് RD ഓഫീസ് കെട്ടിടവും ജില്ലാതല പട്ടയമേളയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാരന് സഹായകരമാകുന്ന വിധത്തിൽ ജീവനക്കാർ കൈകാര്യം ചെയ്യണമെന്നും നിയമങ്ങളിലെ കുരുക്കുകൾ കാട്ടി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ഡിവിഷൻ ഓഫീസ് കെട്ടിടവും ജില്ലാതല പട്ടയമേളയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. മാത്രമല്ല 2026 ജനുവരി മാസത്തോടെ കുടിയാന്മാരുടെ പരാതികളും പ്രശ്നങ്ങളും പൂർണ്ണമായും തീർത്ത സംസ്ഥാനമെന്ന നേട്ടവും കേരളത്തിന് സ്വന്തമാകും. പട്ടയമേളയിൽ വിതരണം ചെയ്യുന്ന 1503 പട്ടയങ്ങളിൽ 154 പട്ടയങ്ങൾ 1970 മുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കുറക വിഭാഗം ജനങ്ങൾക്കുള്ളതാണെന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഏൽപ്പിച്ചതിൽ അധികം പട്ടയങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനായി പ്രവർത്തിച്ച ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരെ മന്ത്രി പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു. കൂടാതെ ഓപ്പറേഷൻ സ്മൈലിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു. നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറുമ്പോൾ അതിനകത്ത് ദീർഘമായ കാലമായി പട്ടയത്തിന്റെ ഉടമസ്ഥരാകാൻ പറ്റാതിരുന്ന കുറക വിഭാഗത്തിൽപ്പെട്ട 135 കുടുംബങ്ങൾ ഓപ്പറേഷൻ സ്മൈലിലൂടെ വിതരണം ചെയ്യുന്ന പട്ടയം കൂടി ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ വരുന്ന നവംബർ 1 കേരള പിറവി ദിനത്തിന് മറ്റൊരു കാലത്തുമില്ലാത്തൊരു പ്രത്യേകത കേരളത്തിനുണ്ട്. ആ പ്രത്യേകത നവംബർ 1 ലോകത്തുദിക്കുന്ന സൂര്യൻ എത്ര പ്രകാശത്തോടെ കേരളത്തിൽ അലയടിച്ചാലും ആ സൂര്യ വെളിച്ചത്തിൽ ഒരു അതിദരിദ്ര കുടുംബത്തെയും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സെപ്റ്റംബർ ആദ്യത്തോടെ കാസർഗോഡ് ജില്ലയിലെ അതിദരിദ്രരായിട്ടുള്ള മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിയും എന്ന സന്തോഷം നമ്മുടെ മുമ്പിലുണ്ട്. ആ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കും പരമാവധി പേർക്ക് ഇന്ന് ഭൂമി നൽകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതും സന്തോഷകരമാണ്. കാസർഗോഡ് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം MLA NN നെല്ലിക്കുന്ന് അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലയിലെ മറ്റ് MLA-മാരായ E ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, വാർഡ് കൌൺസിലർ വിമല ശ്രീധരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സ്വാഗതവും കാസർഗോഡ് RDO ബിനു ജോസഫ് നന്ദിയും പറഞ്ഞു. ADM P അഖിൽ, തഹസിൽദാർമാർ, മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർ, സർവേ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പട്ടയമേളയിൽ 1128 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയം, 309 LA പട്ടയം, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 60 വനഭൂമി പട്ടയം, 6 ദേവസ്വം പട്ടയം എന്നിങ്ങനെ 1503 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. LA പട്ടയം ഇനത്തിൽ മഞ്ചേശ്വരം താലൂക്കിൽ 81 പട്ടയങ്ങളും, കാസർഗോഡ് താലൂക്കിൽ 120 പട്ടയങ്ങളും, ഹോസ്ദുർഗ് താലൂക്കിൽ 51 പട്ടയങ്ങളും, വെള്ളരിക്കുണ്ട് താലൂക്കിൽ 57 പട്ടയങ്ങളും അനുവദിച്ചു. കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി അതേ സ്ഥാനത്താണ് കാസർഗോഡ് റവന്യൂ ഡിവിഷനായി പുതിയ ഓഫീസ് കെട്ടിടം പണിതീർത്തത്. കോർട്ട് ഹാൾ, RDO ചേംബർ, ഫ്രണ്ട് ഓഫീസ്, ഓഫീസ് സെക്ഷൻ, പൊതുജനങ്ങൾക്കുള്ള ശുചിമുറി, ജീവനക്കാർക്കുള്ള ശുചിമുറി, റെക്കോർഡ് റൂം, ഡൈനിങ് ഹാൾ, RDO ക്യാമ്പ് ഓഫീസ് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് കെട്ടിടം. ഭിന്നശേഷി സൗഹൃദം കൂടിയാണ് പുതിയ RD ഓഫീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.